പ്രിയമുള്ളവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇരുമുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ചും UDF കുറച്ചധികം കൂടി ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. ലഡുവും ബിരിയാണിയും പായസവും തയ്യാറായി കഴിഞ്ഞു. ഇന്ദിരാഭവന് മുന്നിൽ വലിയ പന്തലൊരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരാണ് എന്ന രീതിയിലുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ് ഇതിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഒരുപക്ഷെ VD സതീശനായിരിക്കാം ഞെറുക്കു വീഴുക എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തകർന്നു തരിപ്പണമായ UDF പ്രസ്ഥാനത്തെ അവിടെ നിന്ന് സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചതും വിജയത്തിലേക്ക് കൊണ്ടെടുപ്പിച്ചതും VD സതീശനാണ് എന്ന ഒരു ധാരണ പ്രത്യേകിച്ചും UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അണികൾക്കിടയിലുണ്ട് എന്നത് അദ്ദേഹത്തിന് ഒരു മേൽക്കൈ നേടിക്കൊടുക്കുന്നു എന്ന ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ എങ്ങനെ മത്സരിച്ചാലും 65-ൽ പരം സീറ്റുകൾ നേടുന്ന രീതിയിലാണ് 2006-ലെ മണ്ഡല പുനർക്രമീകരണത്തിൽ ഇടതുമുന്നണി ഈ കേരളത്തിലെ മണ്ഡലങ്ങളൊക്കെയും വെട്ടിവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ UDFന് സ്വപ്നം കാണുവാൻ പോലും സാധ്യതയില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ വിജയം അതിനെ ഇപ്പോൾ കാണുന്ന രീതിയിൽ ചാനലുകൾ ചർച്ച ചെയ്യുന്ന കണക്ക് ഈ കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ നെക്ക് ടു നെക്ക് മത്സരത്തിന് ശേഷം ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDFൽ അധികാരത്തിൽ എത്തുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു രൂപത്തിലും രേഖയിലും കൊണ്ടെത്തിച്ചത് VD സതീശൻ ആണ് എന്ന ഒരു നിഗമനം കോൺഗ്രസിൻ്റെ സാധാരണ അണികൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും VD സതീശൻ വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇലക്ഷനിലും നിലമ്പൂരിലെ ഇലക്ഷൻ മുതൽ തൃക്കാക്കര ഇലക്ഷനിലൊക്കെ അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് ഭൂരിപക്ഷം ഉണ്ടായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഇലക്ഷനിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിർവചനം എങ്ങനെയായിരുന്നു, എത്ര സീറ്റുകൾ നേടുമായിരുന്നു, എത്ര ജില്ലാ പഞ്ചായത്തുകൾ നേടുമായിരുന്നു, എത്ര കോർപ്പറേഷനുകൾ നേടുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ എത്തുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ PV അൻവറിൻ്റെ വിലപേശൽ തന്ത്രങ്ങളെ ഒരുപക്ഷെ കരിച്ചു കളഞ്ഞത് VD സതീശൻ്റെ ഇടപെടലുകളായിരുന്നു. കാരണം PV അൻവർ പറഞ്ഞത് അവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്. ഒരുപക്ഷെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം വിജയിക്ക് കൂടി ചെയ്തിരുന്നുവെങ്കിൽ PV അൻവറും മാധ്യമങ്ങളും ഒക്കെ അവകാശപ്പെട്ടതിനെ അത് PV അൻവറിൻ്റെ ഒരു വിജയമാണെന്ന്. പക്ഷേ അവിടെ കൃത്യമായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം VD സതീശൻ ഉറപ്പുവരുത്തുന്നതോടുകൂടി അത് UDFിൻ്റെ വിജയമായി, അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ വിജയമായി. അങ്ങനെ PV അൻവറിന് അതിൻ്റെ മേലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് കഴിയാതെ പോയി. അങ്ങനെ വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് VD സതീശൻ എന്നതൊരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണുന്നതിനാണ് സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ചും CPM BJP ഡീൽ ഉണ്ട് എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ കൃത്യമായി അത് മാധ്യമങ്ങളുമായി സംവദിച്ചു. അത് ഒരുപക്ഷെ ജനങ്ങൾ ഏറ്റെടുത്തു. അതുമൊക്കെ ഒരുപക്ഷെ VD സതീശൻ്റെ നിലപാടുകൾക്ക് ജനം നൽകിയ അംഗീകാരം അത് വോട്ടായി വീണിട്ടുണ്ടാകും. അത് UDFിൻ്റെ വിജയത്തിന് നിദാനമായിട്ടുണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. അതായത് VD സതീശൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇലക്ഷൻ മാനേജ്മെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. മാത്രമല്ല വളരെ കൃത്യമായി മാധ്യമങ്ങളുമായി സംവദിക്കുവാൻ കഴിയുന്ന ഒരാളുമാണ്. മറ്റൊന്ന്, ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിലാണ് അദ്ദേഹം പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ചത്. പക്ഷേ പിണറായി വിജയൻ അതിൽ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് ഈ രാഷ്ട്രീയത്തിൽ വിമുഖത ഉണ്ടായിരുന്ന ഈ ന്യൂജൻ പിള്ളേരുടെയൊക്കെ ഇടയിൽ VD സതീശന് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ VD സതീശനാണ് ശരി എന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും അവരുടെ വോട്ടുകൾ UDFിലേക്ക് വന്നു ചേരുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും UDFിന് അനുകൂലമായിട്ട് ഈ ന്യൂജൻ പിള്ളേർ, പുതിയ പിള്ളേരെന്നും ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും UDFിന് അനുകൂലമായിട്ട് ഈ പുതിയ തലമുറ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പ്രത്യേകിച്ചും കോളേജുകളിലൊക്കെ KSUവിൻ്റെ ഒക്കെ ഒരു തിരിച്ചുവരവ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ഒക്കെ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹം മിക്ക അഴിമതി കഥകളും പുറത്തു കൊണ്ടുവന്നത് CPMനുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ സമയത്ത് കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് ചില കരാറുകളൊക്കെ CPMന് യൂട്ടേൺ അടിച്ച് നിർത്തലാക്കേണ്ടി വന്നു. എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയെ ടാർഗറ്റ് ചെയ്യുന്നതിന് CPMൻ്റെ സൈബർ വിങ്ങുകൾ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഉസ്മാൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി അദ്ദേഹത്തെ ഒരു കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്നതിന് ഒരുപക്ഷെ CPMൻ്റെ പ്രൊഫൈലുകൾക്ക് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉദ്യമങ്ങൾ പരാജയപ്പെടുകയും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആളില്ലാതെ പോയത്. പക്ഷേ ഇപ്പോഴും VD സതീശൻ പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് തന്നെ CPMൻ്റെ സൈബർ വിങ്ങുകൾ VD സതീശനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ എതിർക്കുന്നതിന് വേണ്ടി നുണേശൻ എന്ന് പറയുന്ന ഒരു പേജ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം വളരെ കൃത്യമായി വിദഗ്ധമായി
ഈ CPM-ന്റെ സൈബർ പ്രൊഫൈലുകളുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം പറയുന്നതാണ് ശരി എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നത് വസ്തുതയാണ്. അതായത് വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ, CPM-ന്റെ തന്ത്രങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാൻ VD സതീശന് കഴിഞ്ഞു എന്ന ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വളരെ പിന്തുണ VD സതീശനുണ്ട്. അവരുടെ ഒരു പിന്തുണയുടെ ഫലമായിട്ടായിരിക്കും UDFന് അനുകൂലമായി വലിയൊരു ജനവികാരം ഉണ്ടാകാൻ പോകുന്നത് എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തുമ്പോൾ അവരും VD സതീശനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചേക്കാം, മുസ്ലിം ക്രൈസ്തവ സംഘടനകളും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എതിരാകുന്നതും ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു അംഗീകാരമായിരിക്കും. കാരണം SNDP പോലെയുള്ള സംഘടനകൾ, അവരല്ല, സംഘടനാ നേതൃത്വത്തിലിരിക്കുന്ന വെള്ളാപ്പള്ളി ഒരുപക്ഷെ UDF അധികാരത്തിലെത്തിയാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. നേരത്തെയും അദ്ദേഹം ഈ രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിരുന്നു. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ശരീരം കൊണ്ട് LDFനൊപ്പം, മനസ്സുകൊണ്ട് NDAക്കൊപ്പം, BJPക്കൊപ്പമാണ്. ഇരു സ്ഥലങ്ങളിലും കാലൂന്നി മോഡി പ്രകീർത്തനവും പിണറായി പ്രകീർത്തനവും ഒക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ യാതൊരു ഹെൽപ്പും, അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഹെൽപ്പും UDFന് ഈ സമയത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹം പരമാവധി LDFനെയും BJPയുമാണ് സപ്പോർട്ട് ചെയ്ത്. പക്ഷേ ചില സാമുദായിക സംഘടനകളോടൊക്കെ അഭിപ്രായം കേൾക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ VD സതീശനെ മാറ്റുന്ന ചില സ്ഥിതിവിശേഷങ്ങളിലേക്ക് പോയേക്കാം. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഉപയോഗമില്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം വാക്കുകൾ കൊണ്ടും പിണറായി പ്രകീർത്തനവുമായിട്ടാണ് ഇലക്ഷൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോയത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അത് ഒട്ടും അനുചിതമായ നടപടി അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ യാതൊരുവിധ പിന്തുണയും ഉണ്ടായിരുന്നില്ല UDFന്, മാത്രമല്ല ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊന്നും, MLA-മാരുടെ ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൽ KC വേണുഗോപാൽ പുതിയ സ്ഥാനാരോഹണവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തൽക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിൻ്റെ പിന്തുണ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഞെറുക്കു വീഴും എന്നതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് VD സതീശനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു. അദ്ദേഹം മൂകാംബികയിൽ സന്ദർശനത്തിന് പോയത് റജികുമാർ, പ്രത്യേകിച്ചും ഈ ശബരിമല കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുടെ ഒപ്പം ഒരു വിമാനത്തിലാണ് എന്നൊരു ആരോപണം ഉണ്ടാകുന്നു. മാത്രമല്ല അദ്ദേഹം അവിടെ JDUവിൻ്റെ നേതാക്കന്മാരെ, NDAയുടെ നേതാക്കന്മാരെ കണ്ടു, മൊഹിയുദ്ദീൻ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരെ കണ്ടു എന്ന ഒരു രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നു. അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ പുതിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാക്കാം. ഒരുപക്ഷെ അദ്ദേഹം ഒളിച്ചും പാത്തുമെന്നുമല്ല പോയത്, വളരെ വ്യക്തമായിട്ടാണ് പോയത്. CCTV ക്യാമറയിലൊക്കെ അദ്ദേഹം പോകുന്ന ദൃശ്യങ്ങളുണ്ട്. കള്ളമൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം വളരെ ഒളിച്ചു വയ്ക്കാതെ തന്നെ പോയത്. എന്തായാലും അത് ഒരു പുതിയ വിവാദത്തിന് തിരികൊടുത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഫറൂഖ് മൊയിനുദ്ദീൻ എന്ന് പറയുന്ന 2 JDU നേതാക്കന്മാരെയാണ് അദ്ദേഹം മംഗലാപുരത്ത് കണ്ടത് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും അവർ ഇപ്പോൾ NDAയിലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പോക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. അവർ കോൺഗ്രസ്സുകാരല്ല. അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ച 2 പേരും കോൺഗ്രസ്സുകാരല്ല. പക്ഷേ അവർ പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. സീറ്റ് കിട്ടാത്തത് കൊണ്ട് NDAയിലേക്ക് പോയതാണ് എന്ന വാദഗതിയുമുണ്ട്. ഒരു പക്ഷേ പഴയ സുഹൃത്തുക്കൾ, ഒന്നിച്ചൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ, അവർ പാർട്ടി മാറിയത് കൊണ്ട് വ്യക്തിപരമായ സൗഹൃദം അദ്ദേഹം സൂക്ഷിച്ചതായിരിക്കും. എന്തായാലും പുതിയ വിവാദങ്ങൾ ഇന്ന് VD സതീശൻ്റെ മേലുണ്ടാകുന്നു എന്നതും ഒട്ടും അഭികാമ്യമായ കാര്യമല്ല. എന്തായാലും ചർച്ചകൾ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ തിരികൊളുത്തുന്നു. അത് ഒരു തീയായി തന്നെ പടരുന്നു എന്ന വാർത്തയാണ് ചർച്ചയാകുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.